എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വെജിറ്റേറിയൻ ഡിഷായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു നോൺ വെജ് റെസിപ്പിയാണ്. എണ്ണ ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി, ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറി. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണം അരിഞ്ഞത്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 4-5 ചെറിയുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ ഒരു 2 സവാള, ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അതൊരു 3-4 എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കാരണം നമ്മളിതിൽ പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി. പിന്നെ ഗരം മസാല, അതും ഒരു 1/2 ടീസ്പൂണോളം. അടുത്ത് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് പാലാണ് നമ്മൾ ചേർത്തത്. അതും 2ാം പാലാണ് ചേർത്തത്, അധികം കട്ടിയുള്ള പാലല്ല. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തീയിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ചേർക്കുന്നതിന് പകരമാണ് നമ്മൾ തേങ്ങാപ്പാൽ കിടന്നിട്ടാണ് ഇത് വറ്റി വരേണ്ടത്. അപ്പോൾ നമുക്കിതിനി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ വേറെ പാത്രത്തിൽ മിക്സ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കുന്നത് അതിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി തീ താഴ്ത്തി വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. തേങ്ങാപ്പാൽ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് 1/4 ടീസ്പൂണാണ് ചേർക്കാൻ പാടുള്ളൂ. അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. അത് 1 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങി. ഇനി നമ്മൾ അതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് ഒരു 1/4 കപ്പോളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ എല്ലാവരും തേങ്ങാപ്പാൽ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യും, ചൂടാക്കാറില്ല. പക്ഷേ നമ്മളിവിടെ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി വരണം, നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരണം. തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. പുഴുങ്ങിയ മുട്ടയാണ്, ഒരു 3 എണ്ണമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മസാല മുട്ടയിലൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഗ്രേവിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര കുറുകിയ ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 3 പച്ചമുളക് നടു കീറിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഓഫാക്കിയ ശേഷം കഴിക്കുന്ന സമയത്ത് നാരങ്ങാനീര് ചേർത്താലും മതി. ഞാനിവിടെ വിനാഗിരിയാണ് ചേർക്കുന്നത്, ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്, വെറൈറ്റി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ജീര റൈസ്, ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്